നമസ്കാരം. ഈ തംബ്നെയിൽ കണ്ടിട്ട് ഒരു മാസം കൊണ്ട് 20 കിലോ വരെ കുറയ്ക്കാമെന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. എന്തിനാണ് നമ്മൾ വണ്ണം കുറയ്ക്കുന്നത്? നമുക്കറിയാം, അമിതവണ്ണം എന്ന് പറയുന്നത് ഒരുപാട് അസുഖങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. നമുക്ക് ഷുഗർ വരാം, പ്രഷർ വരാം, കൊളസ്ട്രോൾ വരാം, ഹാർട്ട് ഡിസീസ് വരാം, അല്ലേ? അപ്പോൾ ഈ അസുഖങ്ങൾ വരാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ണം കുറയ്ക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഹെൽത്താണ്, അല്ലേ? അതിനുശേഷം നമുക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടെ യങ്ങായി തോന്നാം, നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആവാം. അതൊക്കെ ഒരു ആഡഡ് ബെനിഫിറ്റ്സ് ആണ്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഹെൽത്താണ്, നമ്മൾ ആരോഗ്യകരമായി ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടുന്ന മാതിരി 10-15 കിലോ കുറച്ചവരെല്ലാം പിറ്റേ ദിവസം മുതൽ ഡയറ്റീഷ്യൻസാണ്, ഡയറ്റ് കോച്ചാണ്, ന്യൂട്രീഷ്യനിസ്റ്റാണ്, അല്ലേ? അവർ ഓരോ ദിവസവും പുതിയ ജ്യൂസ് കണ്ടുപിടിക്കുന്നു, പുതിയ സാലഡ് കണ്ടുപിടിക്കുന്നു. ഇതൊരു തരം കോമ്പറ്റീഷൻ പോലെ. ഒരാൾ വന്നിട്ട് ഞാൻ ഒരു മാസം കൊണ്ട് 5 കിലോ കുറച്ച് തരാം, അടുത്ത ആൾ 10 കിലോ, 15 കിലോ, അങ്ങനെ ഒരു മാസം കൊണ്ട് 40 കിലോ വരെ കുറയ്ക്കുന്ന യൂട്യൂബേഴ്സ് നമുക്കിന്ന് അവൈലബിൾ ആണ്. ഈ 1-2 മാസം കൊണ്ട് നമ്മൾ അവർ പറയുന്നതൊക്കെ ഫോളോ ചെയ്യുന്നു, നമ്മുടെ തടി 5 മുതൽ 10 കിലോ വരെ കുറയുന്നു. 2 മാസം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? നമ്മൾ നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു വരും. നമ്മളെ പോയ തടി അതുപോലെ തിരിച്ചു വരും. ചിലപ്പോൾ 1-2 കിലോ കൂടുകയും ചെയ്യും, അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ 1-2 മാസം കൊണ്ട് 10-15 കിലോ കുറയ്ക്കുന്നതൊക്കെ ആരോഗ്യകരമാണെന്ന്? ഒരിക്കലുമില്ല. അവിടെ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ വിലപ്പെട്ട മസിലാണ്, നിങ്ങളുടെ പല ന്യൂട്രിയൻസുമാണ്, നിങ്ങളുടെ ആരോഗ്യമാണ്. അത് നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുകയുള്ളൂ. എന്തുകൊണ്ടാണ് ശാസ്ത്രീയമായ വണ്ണം കുറയ്ക്കാൻ ഒട്ടനവധി മാർഗ്ഗങ്ങളുണ്ടെങ്കിലും നമ്മളിങ്ങനെ അശാസ്ത്രീയമായ അനാരോഗ്യകരമായ രീതി പിന്തുടരുന്നത്? അതിന് ഒരു ആൻസറേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചും ആഹാരത്തെക്കുറിച്ചുമുള്ള ബേസിക് അറിവ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. വളരെ ബേസിക്കായ ശരീരത്തെക്കുറിച്ചും ആഹാരത്തെക്കുറിച്ചും ശാസ്ത്രീയമായ അറിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. Hello, I am Dr. Binshad. I am here to educate, encourage to build a healthy community through scientific diet and lifestyle. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ബേസിക്കായ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കലറി, എന്താണ് കലറി ഡെഫിസിറ്റ് ഡയറ്റ്, എന്തുകൊണ്ടാണ് നമ്മൾ വണ്ണം വയ്ക്കുന്നത്, എന്തുകൊണ്ടാണ് ചില ഡയറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ണം കുറയുന്നത്, എങ്ങനെയാണ് ശാസ്ത്രീയമായി നമ്മൾ ഡയറ്റ് ചെയ്യേണ്ടത്. എന്താണ് കാലറി? നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരത്തിലും ഒരു നിശ്ചിത അളവ് ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. ഈ ഊർജ്ജത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോൽ മാത്രമാണ് കാലറി. നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ വെളിച്ചെണ്ണ എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ ഒരു അളവുകോൽ മാത്രമാണ്. ഉദാഹരണത്തിന് ഒരു ചായയിൽ 40 കലോറി, അല്ലെങ്കിൽ ഒരു ബിരിയാണിയിൽ 300 മുതൽ 500 വരെ കലോറി. ഇങ്ങനെ നമ്മൾ ഒരു അളവുകോലായി കലോറി ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് വണ്ണം ഉണ്ടാകുന്നത്? വണ്ണം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാലേ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരത്തിലും ഒരു നിശ്ചിത എമൗണ്ട് ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. ഇതിന് നമ്മൾ അളക്കുന്നത് കാലറി എന്ന യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ച എല്ലാ ആഹാരവും കൂടെ കൂട്ടിയിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കൂടെ കൂട്ടിയപ്പോൾ ഞാൻ ഇന്ന് കൺസ്യൂം ചെയ്തത് 3000 കലോറിയാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ 3000 കലോറി എത്തിയിട്ടുണ്ട്. ഇതിന് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നതിന് ഒരു നിശ്ചിത എമൗണ്ട് എനർജി ആവശ്യമുണ്ട്. ഈ എനർജിയാണ് നമ്മൾ BMR എന്ന് പറയുന്നത്, ബേസിക് മെറ്റബോളിക് റേറ്റ്. അതായത് നമ്മൾ ഹാർട്ട് വർക്ക് ചെയ്യുന്നു, ലങ്സ് വർക്ക് ചെയ്യുന്നു, ബ്രെയിൻ വർക്ക് ചെയ്യുന്നു, ഇതൊക്കെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടുന്ന എനർജിയാണ് BMR. അപ്പോൾ ഞാൻ എൻ്റെ BMR കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് 1700 ആണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്യുക BMR കാൽക്കുലേറ്റർ. അവിടെ നിങ്ങളുടെ ഏജ്, സെക്സ്, ഹൈറ്റ്, വെയിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ BMR കിട്ടും. അപ്പോൾ എൻ്റെത് 1700 ആണ്. അപ്പം എനിക്കിന്ന് കിട്ടിയ 3000 കലോറിയിൽ നിന്ന് 1700 ഞാൻ BMRന് വേണ്ടി ചിലവഴിച്ചു. ഇനി ഞാൻ കുറച്ചൊക്കെ എക്സർസൈസ് ചെയ്യും, ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എനർജി വേണം, അതൊരു 500 കലോറി. ബാക്കി എൻ്റെ കയ്യിൽ 800 ഉണ്ട്. ഇതെന്ത് ചെയ്യും? ബോഡിയിൽ സ്റ്റോർ ചെയ്യും. എങ്ങനെയാണ്? 2 രീതിയിൽ സ്റ്റോർ ചെയ്യും. ഒന്ന് ഗ്ലൈക്കോജനായി സ്റ്റോർ ചെയ്യും. എവിടെയാണ്? മസിലിൽ, ഒരു അത്യാവശ്യത്തിനുള്ള എനർജിക്ക് വേണ്ടിയിട്ട്. ബാക്കി വരുന്നതെല്ലാം കൂടെ ഫാറ്റായി സ്റ്റോർ ചെയ്യും. ഫാറ്റ് എവിടേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്? എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. വയറിലോ, കവിളിലോ, സ്കിന്നിലോ, എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു രീതി പറഞ്ഞുതരാം. എനിക്ക് ഒരു ദിവസം 3000 രൂപ വരുമാനമുള്ളൊരു ജോലിയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ നമ്മളെ വരുമാനത്തിൻ്റെ മുഖ്യ പങ്കും എന്താ ചെയ്യുക? വീട്ടു ചിലവിന് മാറ്റി വയ്ക്കും, അല്ലേ? അപ്പോൾ ഞാനും എൻ്റെ 3000 രൂപയിൽ നിന്ന് 1700 രൂപ വീട്ടു ചിലവിന് മാറ്റി വെച്ചു. അരിയും സാധനങ്ങളൊക്കെ വാങ്ങണം, മീൻ വാങ്ങണം, അല്ലേ? ഇനി എനിക്ക് കുറച്ച് വട്ടച്ചിലവുണ്ട്. അതായത് എനിക്കൊരു സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം, ഇങ്ങനെയുള്ള എക്സ്ട്രാ ചിലവുണ്ട്. അതിനുവേണ്ടി ഞാനൊരു 500 മാറ്റി വെച്ചു. ബാക്കി എൻ്റെ കയ്യിൽ 800 രൂപയുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ട് പേഴ്സിൽ വെച്ചു, അല്ലേ? ഒരു അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി പൈസ എന്ത് ചെയ്യും? നമ്മൾ കൊണ്ട് ബാങ്കിലിടും. എങ്ങനെ? FD ആയിട്ടിടും. നിങ്ങൾ നോക്കൂ, ബോഡിയും സെയിം തന്നെയാണ് ചെയ്യുന്നത്. ബോഡിക്ക് കിട്ടിയ 3000 കലോറിയിൽ നിന്ന്
1700 വീട്ടു ചിലവ് BMR വേണ്ടി ചിലവഴിച്ചു, 500 എക്സ്ട്രാ ചിലവിന് വേണ്ടി മാറ്റിവെച്ചു, പിന്നെ കുറച്ച് എനർജി എടുത്ത് ഗ്ലൈക്കോജൻ ആക്കിയിട്ട് മസിൽ സൂക്ഷിച്ചു, ബാക്കി FDI. എന്താണ് നമ്മൾ FD? ഫാറ്റ് ഡെപ്പോസിറ്റ്. ഇങ്ങനെ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്നതനുസരിച്ച്, നമ്മൾ FD കൂടുന്നതനുസരിച്ച് നമ്മുടെ വെയിറ്റ് കൂടും. അതിൻ്റെ കണക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3500 കലോറി നമ്മുടെ ശരീരത്തിൽ ഫാറ്റായി ഡെപ്പോസിറ്റ് ചെയ്താൽ നമ്മുടെ 1/2 കിലോ കൂടും. ഏകദേശം 1 പൗണ്ട്, ഏകദേശം 1/2 കിലോയോളം കൂടും. അങ്ങനെയാണ് നമ്മൾ വണ്ണം വയ്ക്കുന്നത്. ഇനി നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാറുണ്ട്. TDEE, ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ. ഇതെന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ടു നമ്മളെ BMR പ്ലസ് എക്സ്ട്രാ എനർജി, അല്ലെങ്കിൽ നമ്മളെ വീട്ടു ചിലവ് പ്ലസ് വട്ടച്ചിലവ്. അതാണ് നമ്മളെ ഒരു ദിവസത്തെ ചിലവ് അല്ലേ, നമുക്ക് ഒരു ദിവസം അത്രയും വേണം. ഇതിനെയാണ് നമ്മൾ TDEE അല്ലെങ്കിൽ ഡെയിലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെയാണ്, നമ്മൾ ഓൺലൈനിൽ പോയിട്ട് TDEE കാൽക്കുലേറ്റർ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസും നമ്മളെ BMRും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഓരോരുത്തർക്കും അത് ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. എന്താണ് കലോറി ഡെഫിസിറ്റ് ഡയറ്റ്? നമ്മൾ വെയിറ്റ് ലോസിൽ എപ്പോഴും കേൾക്കുന്ന വേർഡാണ് കലോറി ഡെഫിസിറ്റ് ഡയറ്റ്, അല്ലെങ്കിൽ നമ്മൾ കലോറി ഡെഫിസിറ്റിലായിരിക്കണം എന്നൊക്കെ അല്ലേ. എന്താണിത്? അതായത് നമുക്ക് ഒരു ദിവസം വേണ്ടുന്ന കലോറിക്കാട്ടിയും കുറച്ച് ആഹാരമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ദിവസം വേണ്ടുന്ന കലോറി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതാണ് തൊട്ട് മുന്നിൽ ഞാൻ പറഞ്ഞത്. അതാണ് TDEE, അത് ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ BMR പ്ലസ് എക്സ്ട്രാ, അല്ലെങ്കിൽ നമ്മൾ BMR പ്ലസ് ആക്ടിവിറ്റി. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇപ്പോൾ നിങ്ങൾക്കറിയാം. അതാണ് നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ടത്. ഇനി ആൾക്കാർക്ക് 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലേ. ചിലർക്ക് വണ്ണം കൂട്ടണം, ചിലർക്ക് കുറയ്ക്കണം, ചിലർക്ക് ആ ഉള്ള വണ്ണം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്ന്, വണ്ണം കൂട്ടേണ്ടവർക്ക് നമ്മൾ നമ്മുടെ ഡെയിലി എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചു. ഇപ്പോൾ എൻ്റെത് 2200 എനിക്ക് വണ്ണം കൂട്ടണം എങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ 2200-നെക്കാട്ടി കൂടുതൽ ആഹാരം കഴിക്കണം. ഒരു 500 1000 കലോറി ഡെയിലി എക്സ്ട്രാ കഴിക്കണം അല്ലേ. അപ്പോൾ എൻ്റെ വണ്ണം കൂടും. ഇനി എനിക്ക് വെയിറ്റ് ലോസ് വേണം, എനിക്ക് വണ്ണം കുറയ്ക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഡെയിലി എക്സ്പെൻഡിച്ചർ നമ്മൾ കണ്ടുപിടിച്ചു, 2200. അതിനെക്കാട്ടി ഞാൻ കലോറി കുറച്ച് കഴിക്കണം. എത്ര വരെ കുറയ്ക്കാം? മാക്സിമം ഞാൻ 500 കുറയ്ക്കാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ 1700 കഴിക്കണം. ഈ 1700 എന്തെങ്കിലും കഴിച്ചാൽ മതിയോ? ഇല്ല. നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ഹെൽത്താണ്. അതുകൊണ്ട് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ന്യൂട്രിയൻസും എല്ലാം കൂടെ റിച്ച് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് 1700 കലോറി ഞാൻ ഡെയിലി കഴിച്ചാൽ എൻ്റെ വണ്ണം കുറയും. ഇനി ഞാൻ എൻ്റെ വണ്ണത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് വണ്ണം കൂട്ടുകയും വേണ്ട കുറയ്ക്കുകയും വേണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഡെയിലി കഴിക്കേണ്ടത് 2200 കലോറിയാണ്. അതാണ് എനിക്കൊരു ദിവസം വേണ്ടുന്നത്. ഞാൻ ആ 2200 കലോറി ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം. പ്രോട്ടീനും കാർബും ഫാറ്റും വൈറ്റമിൻസും എല്ലാം റിച്ച് ആയൊരു ഡയറ്റ് നമ്മൾ കഴിക്കുക. അപ്പോൾ നമ്മുടെ വണ്ണം ഇതുപോലെ നിലനിന്ന് പോകും. വെയിറ്റ് ലോസ് നിലനിർത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മളിൽ 90% പേരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണിത് അല്ലേ. നമ്മൾ ഒരു 3 4 5 മാസം കൊണ്ട് പട്ടിണി കിടന്നും എക്സസൈസ് ചെയ്തും നമുക്ക് പ്രിയപ്പെട്ട പല ആഹാര സാധനങ്ങൾ വേണ്ടെന്ന് വെച്ചും നമ്മൾ ഒരു 10 15 കിലോ കുറയ്ക്കും. എന്നിട്ട് നമ്മൾ തിരിച്ച് നോർമൽ ഡയറ്റിലേക്ക് വരും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ പോയ തടി അതുപോലെ തിരിച്ചു വരും. ചിലപ്പോൾ 2 3 കിലോ എക്സ്ട്രാ വരികയും ചെയ്യും അല്ലേ. എന്തുകൊണ്ടാണിത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്ന്, എനിക്കൊരു കമ്പനിയിൽ 3000 രൂപ വരുമാനമുള്ളൊരു ജോലി ഉണ്ടായിരുന്നു. ഒരു ദിവസം കമ്പനി എന്നോടൊന്ന് പറയുകയാണ്, കമ്പനി കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് നാളെ മുതൽ നിൻ്റെ സാലറി വെറും 1000 രൂപയാവും. ഞാനൊക്കെ പാനിക്കാവും അല്ലേ. 3000 കൊണ്ട് സുഭിക്ഷമായി ജീവിച്ചിരുന്ന എനിക്ക് നാളെ മുതൽ 1000 രൂപയുള്ളൂ. എൻ്റെ വീട്ടു ചിലവ് നടക്കാൻ തന്നെ ഒരു ദിവസം 2200 വേണം. ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ വീട്ടു ചിലവ് മാക്സിമം കുറയ്ക്കുക. എല്ലാ ദിവസവും ഇറച്ചിയും മീനും വാങ്ങിക്കൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യും? ആഴ്ചയിൽ 1 2 ദിവസമാക്കി ചുരുക്കും. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കണ്ടതെല്ലാം വാങ്ങുന്ന ഞാൻ വളരെ ശ്രദ്ധിച്ച് സാധനങ്ങൾ വാങ്ങും. മാത്രമല്ല, എനിക്കിനി എവിടെ നിന്നും കുറച്ച് പൈസ കിട്ടിയാലും ഞാൻ അത് സേവ് ചെയ്യും. കാരണം സാലറി ഇനിയും കട്ടാക്കുമോ അല്ലെങ്കിൽ നാളെ ജോലി ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും എനിക്ക് ഉറപ്പില്ല. ഇത് തന്നെയാണ് ബോഡിയും ചെയ്യുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താ? എത്രയും പെട്ടെന്ന് 1 2 മാസം കൊണ്ട് 5 10 കിലോ കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാക്സിമം കലോറി കട്ട് ചെയ്യും. നമ്മൾ മാക്സിമം പട്ടിണി കിടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ ജ്യൂസ് കുടിച്ചിട്ട് വിശപ്പിനെ മാക്സിമം അടക്കി നിർത്തും. അപ്പോൾ ബോഡി എന്താ വിചാരിക്കുക? നമ്മൾ ദാരിദ്ര്യത്തിലാണ്, നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ബോഡി പാനിക്കാവും. ബോഡി അതിൻ്റെ വീട്ടു ചിലവ് എന്താണ്? BMR അല്ലേ. അതിൻ്റെ മെറ്റബോളിസം ബോഡി മാക്സിമം കുറയ്ക്കും. അതിന് ബോഡിക്ക് അതിൻ്റേതായ വഴികളുണ്ട്. ബോഡിയുടെ ടെമ്പറേച്ചർ കുറയ്ക്കുക, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് കുറയ്ക്കുക, അങ്ങനെ പലതും ചെയ്തിട്ട് മാക്സിമം കുറയ്ക്കും.
മാത്രമല്ല നമ്മൾ എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ അത് മാക്സിമം സേവ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ വണ്ണം പെട്ടെന്ന് തിരിച്ചു വരുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, പഴയതുപോലെ എനിക്ക് 3000 രൂപ ദിവസ വരുമാനമുള്ള ജോലി, കമ്പനിയിൽ സാമ്പത്തിക പ്രതിസന്ധി. പക്ഷേ ഇവിടെ സാലറി കട്ട് വലുതായിട്ടില്ല, ഒരു 500 രൂപയെ കുറയ്ക്കുന്നുള്ളൂ. അതായത് എനിക്ക് 2500 രൂപ വരെ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം പാനിക്കേണ്ട കാര്യമില്ല അല്ലേ. 3000 നിന്ന് 2500 അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഞാൻ അധികം ചിലവ് ചുരുക്കേണ്ട കാര്യമില്ല, ഞാൻ അധികം കരുതലെടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെയാണ് ബോഡിയിലും. നമ്മൾ നമ്മുടെ ഡെയിലി എക്സ്പെൻസിൽ നിന്ന് ഒരു 500 കുറച്ച് കഴിഞ്ഞാൽ ബോഡി അത് കാര്യമായി ബാധിക്കില്ല, ബോഡിയുടെ മെറ്റബോളിസത്തെ ബാധിക്കില്ല. അതുപോലെ ബോഡി ഒരുപാട് എനർജി റീസ്റ്റോർ ചെയ്യില്ല. അങ്ങനെ കുറയുന്ന വണ്ണം അത് സസ്റ്റെയിനായി നിൽക്കും. അതാണ് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ്. ഡയറ്റിംഗ് തുടങ്ങുമ്പോൾ ആദ്യം പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു അല്ലേ. എന്തുകൊണ്ടാണത്? നമ്മൾ പലരും പലതരം ഡയറ്റ് പരീക്ഷിച്ചവരാകും. അക്കിൻസ്, പാലിയോ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, കീറ്റോ, അങ്ങനെ പലതും അല്ലേ. ഈ ഡയറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഡയറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യത്തെ 2-3 ആഴ്ച കൊണ്ട് ഒരു 3 മുതൽ 5 കിലോ വരെ കുറയും. പിന്നീട് അങ്ങോട്ട് കുറയില്ല. എന്തുകൊണ്ടാണിത്? നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് 2 രീതിയിലാണ്. ഗ്ലൈക്കോജനായിട്ട് മസിലിലും ഫാറ്റായിട്ട് ബോഡിയുടെ പല ഭാഗങ്ങളിലും. നമുക്ക് പഴയ എക്സാമ്പിളിലേക്ക് പോകാം. എനിക്ക് ഒരു ദിവസം 3000 രൂപ വരുമാനമുള്ള ജോലി ഉണ്ടായിരുന്നു. കമ്പനിയിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അത് 1000 രൂപയാക്കി. എനിക്ക് ഒരു ദിവസത്തെ വീട്ടു ചിലവിന് തന്നെ ഏകദേശം 2200 രൂപ വേണം. അപ്പം എൻ്റെ സാലറി കൊണ്ട് എൻ്റെ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. എനിക്കപ്പം കുറച്ച് എക്സ്ട്രാ മണി ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 രീതിയിലുള്ള സമ്പാദ്യമുണ്ട്. പേഴ്സിൽ കുറച്ച് വെച്ചിട്ടുണ്ട്, ബാക്കി FDയിലുണ്ട്. നമ്മൾ ആദ്യം ഏതായിരിക്കും എടുക്കുക? പേഴ്സിൽ വെച്ചിരിക്കുന്ന പൈസ അല്ലേ. കാരണം ബാങ്കിൽ പോയി FDയിൽ പൈസ എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. ബോഡിയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ബോഡിക്ക് 2 രീതിയിലുള്ള സമ്പാദ്യമുണ്ട്, ഗ്ലൈക്കോജനും ഫാറ്റും. ഗ്ലൈക്കോജൻ മസിലുണ്ട്, അത് പെട്ടെന്ന് എടുക്കാം. ഫാറ്റ് ഉരുക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ബോഡി ആദ്യം ഗ്ലൈക്കോജൻ എടുക്കും. ഈ ഗ്ലൈക്കോജനൊരു പ്രത്യേകതയുണ്ട്. ഈ ഗ്ലൈക്കോജൻ നന്നായിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യും. നമ്മൾ ഈ ചിയ സീഡ്സൊക്കെ വെള്ളത്തിലിടുമ്പോൾ വീർത്ത് വരില്ലേ, അതുപോലെ. അതുകൊണ്ട് ഈ ഗ്ലൈക്കോജൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വാട്ടറും പോകും. അപ്പോൾ നമുക്ക് ഇനിഷ്യലി വരുന്ന വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ ഈ വാട്ടർ ലോസാണ്, അല്ലാതെ ഫാറ്റ് ബേൺ ചെയ്തിട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഡയറ്റിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഗ്ലൈക്കോജൻ സ്റ്റോർ തിരിച്ചു വരും. അപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് വാട്ടറും വരും, വെയിറ്റും കൂടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ചീറ്റ് ഡേ എന്ന് പറഞ്ഞ ചില ദിവസങ്ങളിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പം 2 കിലോ വരെയൊക്കെ കൂടുതലായി കാണാം അല്ലേ. അത് ഇതുകൊണ്ടാണ്. ഗ്ലൈക്കോജൻ വീണ്ടും റീസ്റ്റോർ ആവും, അപ്പോൾ വാട്ടറും അതിൻ്റെ കൂടെ വരും, നമ്മൾ വീണ്ടും തിരിച്ച് വെയിറ്റ് കൂടും. എന്താണ് ഐഡിയൽ കലോറി ഡെഫിസിറ്റ് ഡയറ്റ്, അല്ലെങ്കിൽ ശാസ്ത്രീയമായി എങ്ങനെയാണ് വണ്ണം കുറയ്ക്കുക? നമുക്കറിയാം, നമ്മൾ വണ്ണം കുറയ്ക്കണമെങ്കിൽ എപ്പോഴും കലോറി ഡെഫിസിറ്റിലായിരിക്കണം. അതായത് നമുക്കൊരു ദിവസം വേണ്ടുന്ന കലോറി കട്ടി കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. എത്ര കുറയ്ക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ ഒരു ദിവസത്തെ എക്സ്പെൻസ് എത്രയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാം. TDEE കാൽക്കുലേറ്റർ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ടുന്ന കലോറി എത്രയെന്ന് മനസ്സിലാവും. അതിൽ നിന്ന് 500 കുറയ്ക്കുക. ഉദാഹരണത്തിന് ഞാൻ കണ്ടുപിടിച്ചത് എൻ്റെ TDEE 2200 ആണ്. അതിൽ നിന്ന് ഞാൻ 500 കുറച്ചു. അപ്പം 1700. ഈ 1700 കലോറി ഒരു ദിവസം ഞാൻ കഴിക്കണം. എന്ത് കഴിക്കണം? ഏറ്റവും ബാലൻസ്ഡായ ഡയറ്റ്, പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിൻസും എല്ലാം റിച്ചായ ഐഡിയൽ ഡയറ്റ് കഴിച്ചാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എയിം. നമ്മുടെ എയിം എന്താണ്? നമുക്ക് അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുക, നമ്മൾ ഹെൽത്തിയായി ജീവിക്കുക. ഈ എയിം നടക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനൊരു ബാലൻസ്ഡ് ഡയറ്റ്, അതൊരു നിശ്ചിത കലോറി കഴിക്കണം. അങ്ങനെ കുറയുന്ന വണ്ണം അത് അങ്ങനെ തന്നെ നിലനിൽക്കും. നമുക്ക് ഹെൽത്തിയായി ജീവിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം 500 കലോറി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് 3500, അതായത് 1 പൗണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടും. അതായത് ഒരു മാസം 2 കിലോ വരെ നമ്മൾ കുറയ്ക്കാൻ പാടുള്ളൂ. അതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള വെയിറ്റ് ലോസ്. അല്ലാതെ യൂട്യൂബിൽ കണ്ടിട്ട് നമ്മൾ ഒരു മാസം കൊണ്ട് പട്ടിണി കിടന്ന് 5-10 കിലോ കുറച്ച് കഴിഞ്ഞാൽ ആ വണ്ണം അതുപോലെ തിരിച്ചു വരികയും ചെയ്യും. മാത്രമല്ല നമ്മളത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യും. നമ്മളിന്നിവിടെ എന്താണ് കലോറി ഡെഫിസിറ്റ് ഡയറ്റ്, ഐഡിയലായിട്ട് എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.